ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇനി തിരിച്ച് പണം കൊടുത്തുവെന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ കണക്കിനെ പറ്റി നമുക്കൊന്ന് ഓഡിറ്റ് ചെയ്യണ്ടേ? ഡിവൈഎഫ്ഐ എന്നാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത്? 2025 ഏപ്രിൽ മാസമാണ് 20 കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതായത് 2025 ഏപ്രിൽ മാസം ഡിവൈഎഫ്ഐക്ക് 20 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറുവാൻ കഴിയുന്നത്. ഇനി തിരിച്ച് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതെന്നാണ് 2026 ജനുവരി മാസം. അതായത് 10 മാസം 20 കോടി രൂപ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇനി അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. 20 കോടി രൂപ നമ്മുടെ നാട്ടിലൊക്കെ ശരാശരിയുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 7%. 7% വെച്ച് പലിശ നോക്കിയാൽ തന്നെ 20 കോടി 10 മാസം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 1,16,00,000 രൂപ ഡിവൈഎഫ്ഐക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,16,00,000 രൂപ വെച്ച് ഡിവൈഎഫ്ഐ എന്താ ചെയ്തത്? അതിനെപ്പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓഡിറ്റുകൾ വേണം. കാലതാമസത്തെപ്പറ്റി ഓഡിറ്റ് ചെയ്യണം, കിട്ടിയ പണത്തെപ്പറ്റിയും ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കായിരിക്കും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ജോലി ചോദ്യം ചോദിക്കലായിരുന്നു. പക്ഷേ UDF പ്രതിപക്ഷമായിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയല്ല, എന്തുകൊണ്ട് വീട് വൈകി, എന്തുകൊണ്ടാണ് നിങ്ങൾ വീട് നിർമ്മിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്തത്, UDF ചെയ്തത്, ഞങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് വീട് നിർമ്മിക്കാം, വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാം, ഈ നാടിനെ ചേർത്ത് പിടിക്കാമെന്നാണ്. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ചില മാധ്യമങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങളും വയനാട്ടിൽ ടൗൺഷിപ്പുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു, ആ ടൗൺഷിപ്പുകളുടെ പണി എന്തായി എന്ന് കൂടി നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ചോദ്യങ്ങൾ ഉണ്ടാകണം, ഉത്തരങ്ങൾ